ഈ പ്രസ് മീറ്റ് വിളിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം 23 വരുന്ന ഞായറാഴ്ച തൃണമൂൽ കോൺഗ്രസ് സ്റ്റേറ്റ് ഡെലിഗേറ്റ്സിൻ്റെ ഒരു മീറ്റിങ്ങും അതുപോലെ തന്നെ വനനിയമങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടും നയങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടന നേരിടുന്ന ഫാസിസം എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയെ സ്വാധീനിക്കുന്നത് എന്ന സബ്ജക്റ്റിൽ ഈ രണ്ട് സബ്ജക്റ്റും വെച്ചുള്ള ഒരു സെമിനാറും 23 നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർമാരായ അഡ്വക്കേറ്റ് മനോജ് കുമാർ, ഹംസ, പിന്നെ KT അബ്ദുറഹ്മാൻ, നിങ്ങൾക്കറിയാം 16-ലെ LDFൻ്റെ എറണാകുളത്തിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ജില്ലയുടെ കോർഡിനേറ്ററാണ്. ആ തരത്തിലുള്ള ആ വിവരങ്ങൾ നിങ്ങളിലേക്കൊന്ന് കൺവേ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുമാണ് പ്രധാനമായിട്ടും ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. 21 അതായത് ഇന്ന് വൈകിട്ട് രാത്രി 9 മണിയോടുകൂടി മഹുവ മൈത്ര MP-യും രാജ്യസഭയിലെ പാർലമെൻ്ററി പാർട്ടി നേതാവായ ഡെറിക് ഒബ്രീൻ തുടങ്ങിയ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർ ഇന്ന് തന്നെ കേരളത്തിലെത്തുകയാണ്. രാത്രി എയർപോർട്ടിൽ അവർക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ സ്വീകരണം, സമയം കുറച്ച് വൈകിയ സമയമായതുകൊണ്ട് ഒരു ചെറിയ സ്വീകരണം എയർപോർട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. അതോടൊപ്പം നാളെ 22 ശനി അവർ ഇവിടുത്തെ നമ്മുടെ മലബാറിൽ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായി കാണാനും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുവാനും വേണ്ടിയിട്ടാണ് സാറ്റർഡേ രാവിലെ 10 മണിക്ക് പാണക്കാട് തറവാട്ടിൽ പോകുന്നു. ആ തറവാട്ടിലെ സാദിഖലി തങ്ങൾ നാളെ അവൈലബിൾ അല്ല, പക്ഷേ മറ്റുള്ള അവരുടെ തങ്ങന്മാർ പോയി കാണുകയും അതിനുശേഷം കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നമുക്കറിയാം സാമൂരി രാജാവിൻ്റെ അവസാനത്തെ കണ്ണി ജീവിച്ചിരിക്കുന്നുണ്ട്. ശാരീരികമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്, എന്നാലും അദ്ദേഹത്തെ കാണുകയും അതിനുശേഷം CSI ബിഷപ്പായ ചക്കാലക്കൽ വർഗീസ് പിതാവിനുമായി സന്ദർശനമാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകുന്നേരം 4 മണിക്ക് താമരശ്ശേരി ബിഷപ്പ് ബഹുമാന്യനായ റമജിയോസ് ഇഞ്ചാനിയലുമായി കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം 5:30 മണിയോട് കൂടിയിട്ട് AP വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാഭ്യാസ സമുച്ചയമാണ് നോളജ് സിറ്റി എന്ന് നമുക്കറിയാം. ആ നോളജ് സിറ്റി സന്ദർശിക്കുന്നുണ്ട്. അതാണ് ശനിയാഴ്ച ഈ ദേശീയ നേതാക്കന്മാരുടെ മലബാറിലെ ടൂർ പ്രോഗ്രാം. അത് കഴിഞ്ഞ് ഞായറാഴ്ച 23-ന് രാവിലെ മഞ്ചേരി മെട്രോ വില്ലേജിലാണ് രാവിലെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷമുള്ള ഡെലിഗേറ്റ്സ് മീറ്റിങ്ങും നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സെമിനാർ, ഞാൻ ആദ്യം പറഞ്ഞ ഈ വന്യമൃഗ വിഷയവും ഭരണഘടനാപരമായ 2 സബ്ജക്റ്റുകളുമാണ് സെമിനാറിൻ്റെ വിഷയമായി വരുന്നത്. ആ വിഷയത്തിൽ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട രാജ്യസഭ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ഡെറിക് ഒബ്രിയാനും 11:30 ആരംഭിക്കുന്ന രണ്ടാമത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം അനിമൽ അറ്റാക്ക് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു വിഷയമായി നിൽക്കുകയാണ്. ആ സബ്ജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് മഹുവ മൈത്രയുമാണ്. അതോടൊപ്പം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ UDF നേതൃത്വത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണം നൽകിയിട്ടുണ്ട്. അവരിൽ പലരും എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതോടൊപ്പം ഈ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഈ പറയുന്ന
ബിഷപ്പ് ഹൗസിലെ പ്രതിനിധികൾ, ബത്തേരി ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒരുപക്ഷെ തിരുമേനി അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായിട്ടുള്ള വ്യക്തികൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അങ്ങനെ വിശാല അർത്ഥത്തിൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ നമുക്കറിയാം 972 വന്യജീവി സംരക്ഷണ നിയമമാണ് ഇവിടെ ഒരു വില്ലനായി നിൽക്കുന്നത് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പാർലമെൻറ്റിൽ തന്നെ അതിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവന്നെങ്കിൽ കേരളം പോലുള്ള കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ വന്യമൃഗ ആക്രമണം നടത്തുന്ന ഒരു സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ തൃണമൂൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ കൽക്കട്ടയിൽ പോയി പാർട്ടി ലീഡർഷിപ്പുമായി ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വെച്ച വിഷയം അതായിരുന്നു. അത് ഏറ്റെടുക്കാൻ തന്നെയാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് നമ്മൾ ഈ സെമിനാറിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുമായി സഹകരിക്കുന്ന എല്ലാവരെയും പാർലമെൻറ്റിൽ ഒരുമിച്ച് കൂട്ടി അമെൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തും. ആ കാര്യം അവർ ആ സെമിനാറിൽ അവർ വിശദീകരിക്കും. 1 മണിയോടുകൂടി അവസാനിക്കുന്ന സെമിനാർ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സംസ്ഥാനത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഡെലിഗേറ്റ്സ് മീറ്റാണ് നടക്കുന്നത്. അത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പരിപാടിയാണ്. പൊതുപരിപാടി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് ശേഷം ആ ഡെലിഗേറ്റ്സ് മീറ്റിലേക്ക് ഞങ്ങൾ കിടക്കും. അതൊരു 5:30-6 മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുള്ള ഏകദേശം 30 ലക്ഷത്തോളം ഡിഗ്രിയും ഡിഗ്രിക്ക് മേലെ ഡിഗ്രിയും പി ജിയും പി ജിക്ക് മേലെ പി ജിയും ഡോക്ടറേറ്റുമുള്ള 30 ലക്ഷത്തിലധികം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 45 ലക്ഷത്തോളം ആളുകളാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഒരു താൽക്കാലിക തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്നത്. തൊഴിലവസരങ്ങൾ തീരെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, കേരളത്തിൽ പൊതുവായിട്ട് യുവാക്കൾക്കും യുവതികൾക്കും തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭങ്ങളും സർക്കാർ ആരംഭിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ എല്ലാം മക്കൾ ഡിഗ്രി കഴിയുന്നതോടുകൂടി നാട് വിടുകയാണ്. വീട് പണയം വെച്ചും പലിശക്ക് കൊടുത്തും വീട് വിൽപ്പന നടത്തിയും പണം സമ്പാദിച്ച് പണമുണ്ടാക്കി 25, 30, 35, 50 ലക്ഷം രൂപ ചെലവഴിച്ച് നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും പഠനം നടത്തുകയും പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുകയും ചെയ്യുകയാണ്. ഇവിടെ ഡോക്ടറേറ്റ് ഉള്ളവർ വല്ലേ പോലും തൊഴിലില്ലായ്മ ആ രീതിയിൽ ബാധിച്ചതിൻ്റെ പേരിൽ നാട് വിട്ടുപോയി. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്രയും വലിയ അഭ്യസ്തവിദ്യരായിട്ടുള്ള നമ്മുടെ മക്കൾ അവിടെ പോയിട്ട് റെസ്റ്റോറൻറ്റുകളിൽ പോലും തൊഴിൽ ചെയ്യേണ്ട ഏറ്റവും തൊഴിൽ രഹിതമായ ഒരു സംസ്ഥാനം കേരളമായി മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് PSC അംഗങ്ങളുടെ അവരുടെ ഹോണറേറിയവും സാലറിയും 100% വർദ്ധിപ്പിച്ച ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നത്. ഏകദേശം 2 ലക്ഷത്തി ചില്ലാനം ശമ്പളമുണ്ടായിരുന്ന PSC മെമ്പർമാർ 3.5 ലക്ഷത്തിലേക്ക് പോയിരിക്കുകയാണ്. PSC ചെയർമാൻ്റെ ശമ്പളം ഇന്ന് രാവിലെ വായിക്കുന്ന പത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ 4,81,000 4,81,000 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 17,000 രൂപയാണ് വേതനമായി വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നത് എന്ന് പറയുന്ന കൊടും കൊള്ള ഈ പിണറായി ഭരണത്തിൽ കേരളത്തിൽ നടക്കുകയാണ്. പത്രക്കാരായ നിങ്ങളും കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കേണ്ടത്, നമുക്ക് 20 PSC മെമ്പർമാരാണുള്ളത്. ഏകദേശം 3.5 കോടി ജനമുള്ള കേരളത്തിലാണ് 20 PSC മെമ്പർമാർ. 10 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ 5 PSC മെമ്പർമാരാണുള്ളത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാട്ടിലും 6-7 PSC മെമ്പർമാരാണുള്ളത്. അവിടെയാണ് അതിൻ്റെയൊക്കെ പകുതിയുള്ള കേരളത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമായ ഈ കേരളത്തിൽ 20 PSC മെമ്പർമാരെ തീറ്റിപ്പോറ്റുന്ന ഒരു സംസ്ഥാനം
ഇന്നലെ ചില വാർത്താ ചാനലുകളിൽ ആ വാർത്തകൾ നമ്മൾ കണ്ടു. ആരാണ് ഈ 20 മെമ്പർമാർ എന്ന് നിങ്ങൾ ഇന്നലെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. ഇവരുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ ഇവർക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു PSC മെമ്പറോട് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ ഒരു 2 നിമിഷം ഇങ്ങനെ അമ്പരന്ന് നിൽക്കും. എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുന്നത്? ഒരു പണിയുമില്ലാതെ കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയൊരു സ്ഥാപനമായി PSC അധപ്പതിച്ചിരിക്കുന്നു. അവിടെയാണ് ഈ 35 ലക്ഷം 30 ലക്ഷം അഭ്യസ്ത വിദ്യർ തൊഴിലില്ലാതെ കേരളത്തിൽ നിൽക്കുകയാണ്. അവിടെയാണ് ഈ കൊള്ള നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നലത്തെയും മിനിയാന്നത്തെയും പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. മിനിയാന്ന് ആനാവൂർ നാഗപ്പൻ ആരാ? പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ കേരളത്തിൻ്റെ KTDCയിലൊരു സാധാരണ അക്കൗണ്ടൻ്റായി കയറി സമയബന്ധിതമായി അദ്ദേഹത്തിന് പ്രൊമോഷൻ ഉണ്ടായി, ചീഫ് അക്കൗണ്ടൻ്റായി. ചീഫ് അക്കൗണ്ടൻ്റ് സാലറി ഏകദേശം 42,000 രൂപയാണ്. ആ അക്കൗണ്ടൻറ്റിനെ പിടിച്ച് CEO പൊസിഷൻ നൽകുന്ന തരത്തിലുള്ള ഒരു തസ്തികയിലേക്ക് ഗവൺമെൻറ് അതുപോലെ മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് 1,01,100 രൂപ ശമ്പളമാക്കി ഉയർത്തിയിരിക്കുകയാണ്. മിനിയാന്ന് നടന്ന കാര്യമാണ്. അതുപോലെ ഇന്നത്തെ പത്രത്തിൽ കാണുന്നത് ഡൽഹിയിൽ കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്ര ഗവൺമെൻറ്റുമായി നെഗോസിയേഷൻ നടത്താനും PR വർക്ക് നടത്താനും വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടെ നിർത്തിയിരിക്കുന്ന പ്രൊഫസർ തോമസ് മാഷ് അദ്ദേഹത്തിൻ്റെ ഓണറേറിയം 11.5 ലക്ഷമായി 6 ലക്ഷത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓണറേറിയമല്ല, അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകൾ ഇതുവരെ 6 ലക്ഷമായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള പൊസിഷനിലുള്ള ആളുകൾക്ക് ഇരട്ടിയിലധികവും പണം കൊടുക്കുമ്പോഴാണ് നമ്മുടെ സഹോദരിമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ 11 ദിവസമായി ആശാ വർക്കർമാർ അവർക്ക് കിട്ടുന്ന വെറും 6,000-7,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി പട്ടിണി സമരം നടത്തുന്നത്. തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ അവരുമായൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. അവരെ സമരം പൊളിക്കാൻ എല്ലാ മാർഗങ്ങളും ഇവിടെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പത്രക്കാരോട് സംസാരിക്കുന്ന ഒരു സഹോദരി ഇന്നലെ അവരെ മഹാപഞ്ചായത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്താൻ തീരുമാനിച്ച സമരസമിതിയുടെ നേതാക്കന്മാർ ഇന്നലെ പത്രക്കാരോട് നിങ്ങളോട് കരഞ്ഞു പറയുന്നത് എന്താണ്? മിനിഞ്ഞാന്ന് രാത്രി ഇവരുടെയൊക്കെ ഫോണുകളിലേക്ക് മെസ്സേജാണ് ഇന്നലത്തെ മഹാപഞ്ചായത്ത് റാലി മാറ്റിവെച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ കൺഫ്യൂഷനാക്കുക. ഒരു സമരത്തെ, ഒരു ജനകീയ സമരത്തെ പൊളിക്കാൻ ഏത് തരം താന്ന നിലപാടിലേക്കും ഇറങ്ങി വരുന്ന ഒരു എന്താ പറയുക ഗവൺമെൻറ്റും മന്ത്രിസഭയുമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഏറ്റവും ഹയർ സ്കെയിലുള്ള ആളുകളെ ഇരട്ടി ശമ്പളം കൊടുക്കുമ്പോൾ ഈ നാട്ടിൽ പട്ടിണി ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഈ നമ്മുടെ സഹോദരിമാർ, നമുക്കറിയാം കൊറോണയൊക്കെ പിടിച്ചു നിർത്തുന്നതിൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച സഹോദരിമാരാണിവർ. മനുഷ്യത്വപരമായിട്ട് 7,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും? 210 രൂപ 230 രൂപയാണ് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയും ചില ദിവസങ്ങളിൽ പ്രത്യേക ഘട്ടങ്ങളിൽ രാത്രിയുമൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ സഹോദരിമാർക്ക് കൊടുക്കുന്ന ശമ്പളം. 6 മണിക്ക് തുടങ്ങുന്ന ജോലി വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കുന്ന ഒരു സഹോദരിക്ക് 230 രൂപ വേതനം, അതും 2-3 കൊല്ലമായി കൊടുത്തിട്ട് ആ വേതനം കൊടുക്കുമ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ ഈ സമൂഹത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന PSCയുടെ ചെയർമാന് ഒരു ദിവസത്തെ വേതനം 4,81,000 ആകുമ്പോൾ ഏകദേശം 17,000 രൂപ ഒരു ദിവസം വേതനം കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഗവൺമെൻറ്. ഇതാണതിൻ്റെ കമ്പാരിസൺ. അവർ ചോദിക്കുമ്പോഴേക്ക് കൂട്ടിക്കൊടുക്കുകയാണ്. ഇന്നലെ പത്രത്തിൽ കണ്ടത് മുൻകാല പ്രാബല്യം അവരാവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏത് ഈ ശമ്പള വർധനവേ അത് കൊടുക്കാൻ നിൽക്കുകയാണ്. ആരാണ് ഈ PSC മെമ്പർമാർ പരിശോധിച്ചാൽ അറിയാം. ഇതൊക്കെ ഇവർക്ക് വേണ്ടപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും
അവരുടെ മരുമക്കളും അവരുടെ അമ്മായിയപ്പന്മാരുമാണ് മൊത്തത്തിൽ നോക്കിയാൽ. കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മരുമക്കത്തായ സമ്പ്രദായം തുടങ്ങിയപ്പോൾ അത് ആനാവൂർ നാഗപ്പനിലൂടെ കേരളത്തിലാകെ വ്യാപിച്ചു കിടക്കുകയാണ്. മറ്റൊരു 3 മരുമക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വിവരാവകാശ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷയുടെ മറുപടിക്ക് കാത്തിരിക്കുകയാണ്. അപ്പം മരുമക്കൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും അമ്മായിയപ്പനും അമ്മായിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പിണറായി ഗവൺമെൻറ്റായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള സാഹചര്യം. ജനങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എല്ലാ മേഖലയിലും പട്ടിണിപ്പാവങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ 5 പൈസ ഇല്ല, 500 രൂപക്ക് പോലും ഓടാൻ കഴിയുന്നില്ല. ഈ മലപ്പുറം അങ്ങാടിയിലെ ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളോട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, വണ്ടിയുടെ അടവടക്കാൻ കഴിയുന്നില്ല, കുട്ടികളുടെ സ്കൂൾ ഫീസ് ചെലവിനുള്ള പണം കൊടുക്കാൻ കഴിയുന്നില്ല, എന്തിനേറെ പറയുന്ന ഈ റേഷനും കൂടി ഇല്ലെങ്കിൽ പട്ടിണിയാകുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ സകലമാന തൊഴിൽ മേഖലകളും. 5 പൈസ വരുമാനമില്ലാത്ത രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തകർന്നടിഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? മലപ്പുറത്ത് പോലും നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ മുഴുവൻ കർണാടകയിലേക്ക് പോയി. എന്താണ് അവിടുത്തെയും ഇവിടുത്തെയും ഫീസ് സ്ട്രക്ചറിലെ വ്യത്യാസം? ഇവിടുത്തെ നാഷണൽ പെർമിറ്റ് വണ്ടികൾ ഒരു വണ്ടിയും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല. എല്ലാം എന്തായി? അതർ സ്റ്റേറ്റിലേക്ക് പോയി. 1000-ഓളം ക്രഷറുകളും കോറികളും ഇവിടെ പൂട്ടിയിട്ടിട്ട് ഏകദേശം 3000-3500 കോടി രൂപ ഫൈനിൽ ഈ സർക്കാരിന് കിട്ടാനുണ്ട്. ആ ഫൈൻ അടക്കണമെങ്കിൽ അവരടക്കേണ്ട ഫൈൻ തുക കണക്കാക്കി അവർക്ക് നോട്ടീസ് കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. കാരണം എന്താ? ഇവിടെയുള്ള ചില്ലറ കോറി ക്രഷറുകളെ, ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകളെ മാത്രം നിലനിർത്തുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. ബസ് ആയിരക്കണക്കിന് ലോഡ് മെറ്റലും മണലുകളും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു ജില്ല മലപ്പുറം മാത്രമേ ഉള്ളൂ. പാലക്കാട് നിങ്ങൾ നോക്കിയാൽ വാളയാറിൽ നിന്ന് ആയിരക്കണക്കിന് ലോറികളാണ് ഒരു ദിവസം കേരളത്തിലേക്ക്. 5 പൈസ സർക്കാരിന് കിട്ടാനില്ല. GST എവിടെയാണ്? ഈ പറയുന്ന മൈനിങ് ജിയോളജി എവിടെയാണ്? തൊഴിലാളികൾ എവിടെയാണ്? മേഖല തകർന്നു. കേരളത്തിലെ കൺസ്ട്രക്ഷൻ രംഗം മൊത്തം ഊരാളുകൾ സൊസൈറ്റി വിഴുങ്ങിയിരിക്കുകയാണ്. 4 കോടിക്കും 5 കോടിക്കും 2 കോടിക്കും ഒക്കെ കോൺട്രാക്റ്റ് എടുത്ത് 10ഉം 50ഉം തൊഴിലാളികളുമായി ഇവിടെ മുന്നോട്ട് പോയിരുന്ന സകല ആളുകളും ഔട്ടായി. മുമ്പ് 5 കോടിക്ക് മേലെ ഊരാളുകൾ സൊസൈറ്റി ടെൻഡറിന് പോയിരുന്നത് പഞ്ചായത്തിൻ്റെ വർക്കിലേക്ക് അവർ ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ മേഖലകൾ ആ രീതിയിലുള്ള തകർച്ചയാണ്. അപ്പോൾ ഒരു മേഖലയിലും ഈ സർക്കാരിന് 5 പൈസ കിട്ടാനുള്ള മാർഗം തേടുന്ന പ്രശ്നമേ ഇല്ല. ഇതിനൊക്കെ മറ്റൊരു രീതിയിലുള്ള അഴിമതിക്ക് വഴി തുറക്കുകയാണ്. ഇന്നലെ കോഴിക്കോട് ഒരു പൊതുയോഗത്തിൽ, ബേപ്പൂര് മണ്ഡലത്തിലെ റഹ്മാൻ ബസാറിലെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചിരുന്നു ഞാൻ. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഫറൂഖ് സ്റ്റീൽ ഫാക്ടറി അത് തൂക്കി വിറ്റിരിക്കുകയാണ്. 33 ഏക്കർ ഭൂമി 32 കോടി രൂപക്ക് കോഴിക്കോട് മെയിൻ സ്റ്റേറ്റ് ഹൈവേയുടെ ഏകദേശം 1 കിലോമീറ്ററോളം ഫ്രണ്ടേജുള്ള ഭൂമി. 25-30 ലക്ഷം രൂപ ഒരു സെൻറ്റിന് വിലയുള്ള സ്ഥലമാണ്. ഒരു 300-350 കോടിയുടെ മുതൽ വെറും 30 കോടിക്ക് ഒരു കടലാസ് കമ്പനിക്ക് ഛത്തീസ്ഗഡിലെ ഒരു ഓപ്ഷൻ പർച്ചേസ് എന്ന ഓമന പേരാണ്. ഓപ്ഷൻ ഇവിടെ ഈ നാട്ടിൽ ഒരാളും അറിഞ്ഞിട്ടില്ല. ഒരു പത്രത്തിലും ജനങ്ങൾ കാണത്തക്ക രീതിയിലുള്ള പരസ്യങ്ങൾ നൽകിയിട്ടില്ല. ഓപ്ഷൻ പർച്ചേസിൻ്റെ ഒരു പ്രൊസീജിയറും പൂർത്തീകരിച്ചിട്ടില്ല. കൊടിയ അഴിമതി. ബ്രൂവറി ഞാൻ പറയേണ്ട, നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി എതിർക്കുമ്പോഴും പിണറായിയും കുടുംബവും പറയുന്നത് ഞങ്ങളത് നടപ്പിലാക്കും. വെള്ളം വറ്റിയാലും മനുഷ്യൻ വെള്ളം കിട്ടാതെ മരിച്ചാലും ഞങ്ങൾക്ക് ആ ഫാക്ടറി വരണം. ആരെ തീരുമാനം? എതിർത്തിരുന്ന LDFൻ്റെ കക്ഷികളിപ്പോൾ കാണുന്നില്ല. CPIക്ക് മിണ്ടാട്ടം പോയി. ഒരു കക്ഷി ഇപ്പോൾ എതിർപ്പില്ല. അപ്പോൾ എങ്ങനെ അഴിമതി നടത്താമെന്നതിന് മാത്രം റിസർച്ച് നടത്തുന്ന, കത്തുന്ന പുരക്ക് ഊരുന്ന കഴുക്കോല് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കേരളം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾ ഒന്നടങ്കം ഇവർക്കെതിരെ വോട്ട് ചെയ്യുകയാണ്. ഇനി ഈ സർക്കാരിന് തിരിച്ചു വരാൻ കഴിയില്ല. ഇത് അവസാനത്തെ സർക്കാരാണ്
എന്ന് പിണറായിയും സംഘവും മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെന്താ, ഒടിച്ചൂരാൻ പറ്റുന്നത് മുഴുവൻ ഒടിച്ചൂരുക. ആര് പ്രതികരിച്ചാലും, ആര് കേസ് കൊടുത്താലും, ആര് സമരം നടത്തിയാലും, പത്രക്കാർ നിരന്തരമായി വാർത്തകൾ കൊടുത്താലും, ചർച്ചകൾ കൊടുത്താലും അതിനെയൊക്കെ പരിഹസിച്ച് അപഹസിച്ച് കള്ളച്ചിരി ചിരിച്ച് തള്ളുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനമായി, ഒരു കൊള്ളയടി സംഘമായിട്ട് ഈ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. അവർക്കെതിരെയുള്ള ശക്തമായ സമരങ്ങൾ ഈ സംസ്ഥാന ഡെലിഗേറ്റ് സമ്മേളനം കഴിയുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ സമരം സംഘടിപ്പിക്കാൻ അതിനുള്ള രാഷ്ട്രീയ പ്രമേയം കൂടി ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടാകും. ആ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഈ ജനകീയ സമരങ്ങൾ, ജനങ്ങൾ നേരിടുന്ന മേൽ സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രമേയമുണ്ടാകും. ആ തീരുമാനമാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നിങ്ങൾ വരണം, സഹകരിക്കണം, സഹായിക്കണം. ഉച്ചക്ക്, ഞായറാഴ്ച ഉച്ചക്ക് 2:30 മണിക്ക് മീറ്റ് ദ പ്രസ് ഒരു പ്രോഗ്രാം, നിങ്ങൾക്കത് നോട്ടീസ് ഇവിടെ ക്ലബിൽ നൽകും. ഈ പറയുന്ന ദേശീയ നേതാക്കളുമായി ദേശീയ രാഷ്ട്രീയം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രസ് മീറ്റ് പ്രോഗ്രാം ഉണ്ടാകും. അതിലേക്കും എല്ലാവരും എത്തണമെന്ന് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നയരൂപീകരണ ചർച്ച തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സമര പരിപാടി പറഞ്ഞത്. തീർച്ചയായിട്ടും നയരൂപീകരണം ഉണ്ടാവും. അത് സെമിനാർ. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ മുതലാളിത്ത പ്രീണനം, തൊഴിൽ രഹിതരോടുള്ള ഇവരുടെ സമീപനം, കർഷകരോടുള്ള സമീപനം, അഴിമതി, മലയോര മേഖലയിൽ നമ്മൾ നേരിടുന്ന വന്യമൃഗ ആക്രമണത്തോടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് വനവകുപ്പിൻ്റെയും സമീപനം, അതിനെതിരെയുള്ള സമരങ്ങൾ, ഈ തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ടുള്ള നയരൂപീകരണം ഉണ്ടാകും. അതിനുശേഷം അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. UDF ലീഡർഷിപ്പില്ല. ഇപ്പോൾ നമ്മൾ ശനിയാഴ്ച കമ്മ്യൂണിറ്റി ലീഡേഴ്സ് സൂചിപ്പിച്ച ഈ 5 സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഞായറാഴ്ച പരിപാടിയിലേക്ക് നമ്മൾ എല്ലാ ഘടകകക്ഷികൾക്കും, എല്ലാ പാർട്ടിയിലും, കാരണം ഈ വിഷയമായതുകൊണ്ട് നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഇടതുപക്ഷ കക്ഷികൾക്കും നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട്. വരുന്നവരുമായി പങ്കെടുക്കുന്നവരെ അതിൽ പങ്കെടുപ്പിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും. നമ്മളിതൊരു പൊതുവിഷയമായിട്ടാണ് കാണുന്നത്. ഭരണഘടന നേരിടുന്ന വിഷയമായാലും ആനിമൽ അറ്റാക്ക് ആയാലും ഇതൊരു എന്താ പറയുക, മാനുഷിക പ്രശ്നമാണ്. ആ മാനുഷിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ മാനുഷിക നിലപാട് പറയാനുള്ളൊരവസരം എല്ലാവർക്കും നൽകുക എന്നതാണ് നമ്മൾ ഈ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തീർത്തും രാഷ്ട്രീയത്തിനപ്പുറമാണ്. ആരാണവൻ? നിങ്ങൾ ഈ പത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അങ്ങാടി കൂടെ തലക്ക് വെളിവില്ലാത്തവൻ നടക്കുന്നത്. ഞാൻ നാളെ പറയും ഞാൻ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക പ്രധാനമന്ത്രിയാണെന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേറൊരു പാർട്ടിയുടെ ദേശീയ നേതാവെന്ന് പറയാം. നിങ്ങളൊക്കെ ഈ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്. ഈ പറഞ്ഞ തലക്ക് വെളിവില്ലാത്തവനെ ജീവിതത്തിൽ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ആരാ കൊണ്ടു നടക്കുന്നത്? കൈരളി. ഉളുപ്പുണ്ടവർക്ക്? ഉളുപ്പ് വേണ്ടേ? ദേശീയ നേതൃത്വം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഒരു കമ്മിറ്റി ഇല്ല. PV അൻവർ മാത്രമാണ് ഇവിടെ കൺവീനറായിട്ടുള്ളതെന്ന് ട്വീറ്റ് ചെയ്തിട്ട് മാസങ്ങളായി. ഇന്ന് വരെ കാണാത്ത തലക്ക് വെളിവില്ലാത്തവൻ വന്നിട്ട് പ്രസ് കോൺഫറൻസ് വിളിച്ച് അവിടെ ഈ കോല് പോയി നിൽക്കാൻ കൈരളിയെ പോലെയുള്ള എന്താ പറയുക ഉളുപ്പില്ലാത്തവർക്കല്ലെങ്കിൽ മറ്റാർക്കാ സാധിക്കുക? എന്നിട്ട് പറയാം 5000 കോടിയുടെ അഴിമതി, 250 കോടിയുടെ അഴിമതി. എന്നിട്ട് ഇതിങ്ങനെ വാർത്ത കൊടുക്കുക. എന്നിട്ട് ആരാ പറയുന്നത്? പറഞ്ഞവനെ കാണാനില്ല. എന്നിട്ട് കൈരളിയിലെ 2 ആളുകൾ, ഒരാൾ സ്റ്റുഡിയോയിൽ നിൽക്കുന്നു, ഒരാൾ ഇപ്പുറത്ത് നിൽക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറയാം എന്തായി അഴിമതി? ഏത് അഴിമതി? എന്തിൻ്റെ അഴിമതി? 5000 കോടി പിരിക്കാൻ വന്നിട്ടുണ്ട് 8 ആളുകൾ ഡൽഹിയിൽ നിന്ന്. പേരില്ല, ഊരില്ല, ആളില്ല. കോഴിക്കോട് ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് 5000 കോടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലക്ഷൻ നടത്തുന്നത്. ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന പത്രക്കാർ
അവരോട് എനിക്ക് എന്താ പറയുക സാധാപുള്ളൂ. അല്ലാതെ എന്ത് ഏതവൻ നമ്മുടെ അറിവിലില്ല. ഇതൊരു വസ്തുതയല്ലേ. ഇപ്പോഴും ഈ പറയുന്ന പാർലമെൻ്ററി പാർട്ടി ലീഡർ അടക്കം വരുമ്പോൾ ഇന്നും വാർത്ത ഉണ്ട്. അപ്പം ദയവായി കൈരളിയെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അതങ്ങനെയാണ്. മറ്റുള്ള പത്രങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ആ പാർട്ടിയുടെ ദേശീയ പ്രസിഡൻ്റാണ്, ഈ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എവിടുന്നാ പ്രസിഡൻ്റായത്, ആരാ നിങ്ങളെ പ്രസിഡൻ്റാക്കി, ഏത് പാർട്ടി, എന്ന്, ഏത് ഒന്ന് അന്വേഷിക്കണ്ടേ? പിന്നെന്താ ഇതൊക്കെ വാർത്തയാണ്. ഇങ്ങനെ ഈ പറയുന്നത് പോലെ വാർത്ത കിട്ടാൻ ഒരു നിവൃത്തിയിലെ കൈരളിയുടെ സ്ഥിതി ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ആദ്യം ചില പത്രങ്ങൾ അതിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ അവർ പിന്മാറി. അപ്പോൾ ഈ പറയുന്ന ദേശാഭിമാനിയും കൈരളിയും കരാർ ഏറ്റെടുക്കുന്ന ഒരു സംഗതിക്ക് അതിൻ്റെ വസ്തുത മനസ്സിലാക്കാതെ നിങ്ങൾ ദയവായി ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ദയവായിട്ടുള്ളത്. അല്ല, അതും ഇതുമായിട്ട് എന്താ ബന്ധം? അത് ഞാൻ നേർക്കുനേരം ഉന്നയിച്ച കാര്യമില്ലേ ഇത്. നിങ്ങളൊരു പത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞത് ശരി, ഞാൻ എന്നെ പത്രമെന്ന് പറയാം. നിങ്ങൾ പത്രമായിട്ട് ബന്ധമില്ലാതെ ഈ അങ്ങാടി കൂടെ തെണ്ടി നടക്കുന്ന ഞാൻ മനോരമൻ്റെ ലേഖന എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്താൽ ശരിയാവുമോ? അല്ലെങ്കിൽ മാതൃഭൂമിയുടെ കൊടുത്താൽ അതല്ല, അവിടെയാണ് പ്രശ്നം. ആ പറഞ്ഞ വ്യക്തിക്ക് ഈ പറയുന്ന സംവിധാനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ പരിശോധിക്കണ്ടേ? ആയിരിക്കുമല്ലോ, എന്താ സംശയം? അത് കേരളത്തിൻ്റെ നിയമസഭയിലാണ് ഉന്നയിച്ചത്. ആ ഉന്നയിച്ചതിൻ്റെ വസ്തുതയും ഞാൻ MLA ആണല്ലോ. MLA ആയിക്കൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കേണ്ട സ്ഥലത്ത് ഞാൻ ഉറച്ചു നിന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ MLA ആയ സ്ഥാനത്താണ് MLA ആയിക്കൊണ്ടാണ് പറയുന്നത്. ഇത് ആ സ്ഥാനവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ അങ്ങാടി കൂടെ പോകുന്ന വെളിവില്ലാത്തതിനെ പിടിച്ചിട്ട് അവനെ നേതാവാക്കിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞ വിഷയത്തെക്കുറിച്ചല്ല. അല്ല, നിയമസഭയിൽ പറഞ്ഞതൊക്കെ അതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. നിങ്ങൾക്കിത് പൊള്ളും കുറച്ച്, മനസ്സിലായില്ലേ? ഈ പൊള്ളലൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. 2026 ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് നമുക്ക് കാണാം പൊള്ളലൊക്കെ. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച്, തൃണമൂൽ കോൺഗ്രസ് സംബന്ധിച്ചും പ്രവർത്തകരെ സംബന്ധിച്ചും വളരെ സജീവമായിട്ടുള്ള അതിൻ്റെ അണ്ടർഗ്രൗണ്ട് വർക്കുകൾ ഈ പറയുന്ന പിണറായി സത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ റിസൾട്ടാക്കിയതിനെ മാറ്റാനുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഓരോ പ്രദേശത്തും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിൽക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം UDF ചേർന്നിട്ടില്ല. 1, 2, 3 UDFകൾ ചേരേണ്ടി വരും. സമയമുണ്ടല്ലോ ഇനി. നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തന്നെ 8-9 മാസമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് 15-15.5 മാസമുണ്ട്. സമയമുണ്ട്. നമ്മളിപ്പോൾ പാർട്ടി ശക്തിപ്പെടുത്തുക എന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഫംഗ്ഷനാണ് 23-ാം തീയതി നടക്കുന്ന നമ്മുടെ സെമിനാറും അതുപോലെ തന്നെ കൺവെൻഷൻ ഡെലിഗേറ്റ്സ് മീറ്റും. ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്ന് അത് കരകയറിയിട്ടില്ല. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമ്മളത് കോടതിയെ സമീപിക്കാനും അവിടുത്തെ വോട്ടർമാർ കോടതിയെ സമീപിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ അനിശ്ചിതമായി 15 മാസം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് കൊറോണ സമയത്താണ്. അന്ന് കൊറോണ അത് റീസണബിൾ റീസണായിരുന്നു. ഇപ്പോൾ ഒരു റീസണബിൾ റീസണും ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് CPM-ന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ, നമ്മൾ ഈ പറയുന്ന RSS BJP CPM നെക്സസിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്രത്തെ സ്വാധീനിച്ചുകൊണ്ട് ആ ഇലക്ഷൻ, നിലമ്പൂർ ബൈ ഇലക്ഷൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ബന്ധപ്പെട്ട് തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യങ്ങളും സജീവമായിട്ടുള്ള പേരിനുള്ള ചില എൻക്വയറികളും കടലാസ് പണികളും മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നടക്കുന്നത്. കാരണം ഇപ്പോൾ ഏകദേശം ഞാൻ രാജിവെച്ചിട്ടൊരു മാസം കഴിഞ്ഞില്ലേ, ജനുവരി 13-ന് 40 ദിവസമായി. അതും ഇത്ര തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് അത് ഡിക്ലെയർ ചെയ്യേണ്ട സമയമായി. ഇനിയിപ്പോൾ ഒരു നോമ്പിൻ്റെ റീസൺ പറയാം, 1 മാസം. ഇപ്പം എന്തായാലും ഏപ്രിൽ 2nd വീക്കിലോ 3rd വീക്കിലോ തിരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ. അതിലപ്പുറം അത് പോകാൻ പാടില്ലല്ലോ. അല്ല, അത് വോട്ടർമാർ, ഞങ്ങളെല്ലാം സമീപിക്കുന്ന വോട്ടർമാർ അത് ആലോചിക്കുന്നുണ്ട്. അവരതിൻ്റെ ലീഗൽ ഒപ്പീനിയന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാനങ്ങനെ വാർത്ത ദുബായിൽ നിന്നാണ് വായിക്കുന്നത്. ഞാനന്ന് ദുബായി പോയപ്പോഴാണ് ഈ വാർത്ത കണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അല്ല, സമ്മാനം വരുന്നുണ്ട്. ആ സമ്മാനവും ഈ സമ്മാനവുമായിട്ട് ബന്ധമില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അല്ല, അത് രാഷ്ട്രീയപരമായിട്ട് എൻ്റെ രാജി എന്തിനു വേണ്ടിയാണ്? രണ്ട് കാര്യത്തിനാണ് അന്ന് ഞാൻ രാജിവെക്കുന്നത്. ഒന്ന്, ഈ സർക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന വനം ഭേദഗതി ബില്ല് നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്താണ്. അത്രയും ഭീകരമായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരം നൽകുന്ന, കേരളത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകൾ ഫോറസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാക്കുന്ന അമെൻമെൻറ്റുകൾ കൊണ്ടുവരുന്ന, മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കുടിവെള്ളം എടുക്കാൻ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണ്ടി വരുന്ന അമെൻമെൻറ്റ് ബില്ലായിരുന്നു. അതത്രയും രാഷ്ട്രീയമായൊരു ചർച്ചയാക്കുക എന്നതായിരുന്നു ആ രാജിയുടെ ആദ്യത്തെ ഉദ്ദേശം. ഞാൻ അന്ന് തന്നെ പറഞ്ഞ രണ്ടാമത്തെ ഉദ്ദേശം, ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തിപ്പോയതാണ്. കേരളത്തിലെ ഇന്ന് ജനങ്ങളുടെ മാനസികാവസ്ഥ പിണറായിസത്തിനെതിരെ അളക്കാനുള്ള ഒരു വലിയ അളവുകോലായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ മാറ്റുക. 30,000-ൽ വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു കയറുന്ന ഒരു രാഷ്ട്രീയ ചിത്രം, അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അളവുകോലായിട്ട് കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സിലുണ്ടാകുക. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് റിസൈൻ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഉറപ്പല്ലേ CPM-നെ സംബന്ധിച്ച് ഒരു രക്ഷയില്ല, അവർക്ക് ഒരു ഇഞ്ച് അവിടെ കരകയറാൻ കഴിയില്ല എന്നുള്ളത്. ഒരു സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ഇപ്പോൾ സ്ഥാനാർത്ഥി അന്വേഷിച്ചാണ് ആരടുത്തൊക്കെ എത്തി ഞാൻ പറയണോ? ഞാൻ അങ്ങനെ പറഞ്ഞ് വഷളാക്കാൻ നിൽക്കുന്നില്ല. ഒരു മനുഷ്യരുടെ മുന്നിൽ കൊണ്ടു നിർത്തി ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാനുള്ള ഒരു സ്ഥാനാർത്ഥിയെ പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധം CPM-ന്റെ ജില്ലാ കമ്മിറ്റി അന്തമിട്ട് നടക്കുകയാണ്. കുറേ മുസ്ലിം നാമധാരികൾ എടുത്തു പോകുന്നുണ്ട്, കുറേ ക്രിസ്ത്യൻ നാമധാരികൾ എടുത്തു പോകുന്നുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ നോമിനേഷൻ കൊടുത്താൽ മതി, ഒന്ന് വന്നാൽ മതി, ഒന്ന് നിന്നാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂടെ. ഇതാണല്ലോ അൻവർ പോയിട്ട് രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അൻവർ പോയ അന്ന് തന്നെ പോയി പനമരം പഞ്ചായത്ത്. ആ പനമരം പഞ്ചായത്തിലെ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. എന്താ CPM-ൻ്റെ നിലപാട്? അവിടെ പനമരത്തെ ബെന്നി എന്ന് പറഞ്ഞ സ്വതന്ത്ര മെമ്പർ തൃണമൂലിന് പിന്തുണ പ്രഖ്യാപിച്ച് LDF ഭരണസമിതിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ വോട്ട് നൽകി പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ UDF തീരുമാനിച്ചപ്പോൾ അവിടെ 6 സീറ്റ് ലീഗിനും 5 സീറ്റ് കോൺഗ്രസിനുമാണ്. ലീഗിനാണ് പ്രസിഡൻഷിപ്പ്. അതിൽ 3 സ്ത്രീകളാണ്. ജനറൽ പ്രസിഡൻ്റാണ്, ആർക്കും ആവാം. മുസ്ലിം ലീഗ് എന്താ തീരുമാനമെടുത്ത്? ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു അവിടെ മെമ്പറായിട്ട്, അവരെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ചു. എന്താ CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞത്? നിങ്ങളൊക്കെ വാർത്ത കൊടുത്താണല്ലോ. ആരാണ് ആ പെണ്ണിനെ പ്രസിഡൻ്റാക്കിയെന്ന് വെച്ച്? ആദിവാസികളുമായിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിൻ്റെ അവരുടെ ഏറ്റവും വലിയ തെളിവാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അവഗണിച്ചത്. മുസ്ലിം ലീഗ് എന്താ ചെയ്തത്? അവർക്ക് ഹസീന എന്ന് പറഞ്ഞാൽ നല്ല പരിചയസമ്പന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട്, മെമ്പർ, അവരെ പ്രസിഡൻ്റാക്കാം. ഒരു ജനറൽ പ്രസിഡൻഷിപ്പുള്ള ഒരു പഞ്ചായത്തിൽ ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു പഞ്ചായത്ത് മെമ്പറെ അവിടെ പ്രസിഡൻ്റാക്കി മുസ്ലിം ലീഗ്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മാതൃക കാണിച്ചു. CPM-ഓ? ആരാ ആ പെണ്ണിനെ പ്രസിഡൻ്റാക്കിയത്? മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നു. ആരാ പറയണത്? CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ. അപ്പോൾ ഈ സമൂഹത്തോടുള്ള അവരുടെ അവജ്ഞതാണ്. ഇന്നലെയും ചവിട്ടിക്കൊന്നല്ലോ തൃശ്ശൂരിൽ ആന 16ാമത്തെ മന്ത്രിയുടെ പാട്ട് പാടാൻ നടക്കുക. മരിക്കണ മുഴുവൻ ഗോത്രവർഗത്തിൽപ്പെട്ടവരും മറ്റവരല്ലേ? 60-70% ഈ 45 ദിവസം കൊണ്ട് മരിച്ചത്. എന്താ മന്ത്രി പറയുന്നത്? കാട്ടിലാണ്. ആദിവാസികൾ കാട്ടിലല്ലാതെ നാട്ടിലിറങ്ങി നിൽക്കുമോ? മന്ത്രി പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഈ ഗവൺമെൻറ് 2016 അധികാരത്തിന് വന്നതിന് ശേഷം ഈ നാട്ടിൽ നിന്ന് കാട്ടിൽ പോയി താമസിക്കുന്നവരാണ് ഇവർ. തെറ്റിദ്ധരിപ്പിക്കല്ലേ, പച്ചയായി തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഇങ്ങനെ ഒരു ഗവൺമെൻറ്, ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടോ? വനാവകാശ നിയമം കാറ്റിൽ പറത്തല്ലേ. അപ്പം ഇതാണ് സ്ഥിതി. ഈ ആദിവാസികളിലും ദളിതരും ഒക്കെ വിടും നിങ്ങൾ. ഈ പറയുന്ന ഇപ്പോൾ തിരുവനന്തപുരത്ത്
സമരം നടത്തുന്ന ആശാ വർക്കർമാർ ആരായി പാവങ്ങൾ? എന്താ നിലപാട്? ഇതല്ലേ ഇവരുടെ നിലപാട്? ഇപ്പം കൊച്ചിയിൽ വലിയ ഇൻ്റർനാഷണൽ മറ്റേ സബ്മിറ്റ് നടക്കുകയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ്. അതിന് വലിയ തിരക്കാ, മനസ്സിലായില്ലേ? എവിടെയും പണം അടിച്ചു മാറ്റണതാണ്. കൊടുക്കാനുള്ള ഈ പട്ടിണി പാവങ്ങൾക്ക് പെൻഷനും കൊടുക്കൂല, ഓണറേറിയവും കൊടുക്കൂല, ശമ്പളവും വർദ്ധിപ്പിക്കൂല, ഒന്നുമില്ല. ഉന്നത ജാതന്മാർക്ക് എന്താ ഈ പറയുന്ന ഇരട്ടിയിലധികവും ഒന്നുമില്ല. ചോദിച്ചാലോ ചിരിച്ചു തള്ളുക. എത്ര ദിവസം ചിരിക്കും? ഇനി ആകല്ലേ 432 ദിവസമാണ് ഈ ഗവൺമെൻറ്റിന്. ആ 432 ദിവസത്തിന് കാത്തു നിൽക്കുക, ഓരോ ദിവസം ആളുകൾ സഹിച്ചു നിൽക്കുക. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയം. അസംബികമാകും. നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും, എല്ലാ സംഘടനകൾക്കും സാമുദായിക സംഘടനകൾക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. സഹകരിക്കുന്നവർക്ക് സഹകരിക്കാൻ വിഷയത്തിൽ അത്രേ ഉള്ളൂ. നമ്മളതൊരു പൊതുവായിട്ടേ കണ്ടിട്ടുള്ളൂ. 22 27 28 അറിയില്ല, അത് അവരല്ലേ തീരുമാനിക്കും. നമ്മൾ ഇവിടെ പുറത്തല്ലേ. ഇല്ല, മമതാ ബാനർജിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ മെയ് 2nd വീക്കിൽ കോഴിക്കോട് വെച്ച് 1 ലക്ഷത്തിൽ കുറയാത്ത ആളുകളെ പങ്കെടുപ്പിച്ച് കോഴിക്കോട് കടപ്പുറത്ത് വളരെ വിശാലമായ സമ്മേളനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ സമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങളതിൻ്റെ മുന്നൊരുക്കത്തിലേക്ക് കിടക്കും. ഓക്കെ, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പത്രക്കാർക്കും എന്താ പറയുക, ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ എല്ലാം സ്വാഭാവികമായിട്ട്, ഞാൻ തമാശയായിട്ട് പറയില്ല, നൽകുന്നുണ്ട്. ഇല്ല, നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഈ പ്രതിനിധി സമ്മേളനത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങും. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒരു വിധമായതിന് ശേഷം നമ്മളെന്താ പറയുക, പഞ്ചായത്ത് തലത്തിലെ കമ്മിറ്റികളിലേക്ക് കൊണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റികൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രവർത്തകർ കൂടിയിട്ട് കമ്മിറ്റികളായിട്ടുണ്ട്. എന്തായാലും ഒരു 5-8 മാസം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്ക് ഈ ഒരു സംഘടന നല്ല രീതിയിൽ ചലിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും, അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്ക് നടക്കാൻ കഴിയില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോകും. അല്ല, അത് നമുക്ക് പിന്നെ പറയാം. കാരണം എന്താ അറിയാം, നമ്മളിവിടെ എന്ന് പറയുമ്പോഴേക്ക് നമ്മളോട് സഹകരിക്കാമെന്ന് ഭയങ്കര ആത്മാർത്ഥമായി താല്പര്യം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ വരിഞ്ഞ് മുറുക്കി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിയ ഓഫറുകൾ കൊടുത്തിട്ടൊക്കെ നിൽക്കുകയാണ്. കാരണം ആ രീതിയിലാണ് പാർട്ടിയുടെ എന്താ പറയുക, ബ്രാഞ്ച് സെക്രട്ടറിയെ മുഖ്യമന്ത്രി നേരിട്ട് ഫോണിൽ വിളിക്കുന്ന കാലഘട്ടം നിങ്ങൾ എന്തുണ്ടായിട്ടുണ്ട്? അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബ്രാഞ്ച് സെക്രട്ടറി തൃണമൂലിൽ സഹകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ ഫോണുമായിട്ട് ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിനെ വിളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിൻ്റെ വീട്ടിൽ പോവുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി ഫോൺ സംസാരിക്കാനുണ്ട്. ഏരിയ സെക്രട്ടറിയുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രി വിളിച്ചിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ചെവിയിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ, എന്താണ് അതിൻ്റെ സ്ഥിതി? ആ രീതിയിലേക്ക് അവരെത്തിയല്ലോ. അത് മതി, അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ്. ബ്രാഞ്ച് സെക്രട്ടറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഫോണിൽ സംസാരിച്ച് അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയല്ലോ. ജില്ലാ സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് കയറാൻ പറ്റില്ലായിരുന്നു, മനസ്സിലായോ? പി ശശിൻ്റെ ഓഫീസ് വരെ പരമാവധി പോകാൻ പറ്റുമായിരുന്നു. ഒരു MLA ക്ക് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ കയറാൻ കഴിയില്ലായിരുന്നു. PV അൻവർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പി ശശിയുടെ ഓഫീസിൻ്റെ അപ്പുറത്തേക്ക് കയറി ഒരു അപ്പോയിൻമെൻറ്റ് പാർട്ടി ലീഡർഷിപ്പ്, ജില്ലാ സംസ്ഥാന നേതാക്കൾ തൊട്ട് മന്ത്രിമാർ തൊട്ട് MLA മാരുൾപ്പെടെ LDFൻ്റെ നേതാക്കന്മാരുൾപ്പെടെ മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞ 8 കൊല്ലം കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3-4-5-6 മാസത്തെ മാറ്റം എന്താ? ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കലാരെ? മുഖ്യമന്ത്രി. അത് തന്നെയാണ് PV അൻവറിൻ്റെ പോരാട്ടത്തിൻ്റെ ഗുണം പാർട്ടി സഖാക്കൾ കിട്ടിയത്. പാർട്ടി സഖാക്കളൊന്ന് മനസ്സിലാക്കിയാൽ മതി, അത്രേ എനിക്കത് പറയാനുള്ളൂ.